ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഒരു 5 മാസത്തോളമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ മടിയായിരുന്നു വീഡിയോസ്. ഇത് തന്നെ എടുത്തു വെച്ചിട്ട് ഒരു 2-3 ദിവസമായി. എനിക്ക് വോയിസ് ഇടാൻ മടിയായിരുന്നു സത്യം പറയാം. രാവിലെ തന്നെ തക്കൂട്ടീനെ എഴുന്നേൽപ്പിക്കാനുള്ള പാടിലാണ്. ഞാൻ എഴുന്നേറ്റ് കുറച്ച് ഷോയൊക്കെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച്. നേരത്തെ ഞാനിങ്ങനെ ലോങ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ എടുക്കണത്. നേരെ വാതിക്കൽ എഴുന്നേറ്റ് വന്നപ്പോഴത്തെ പപ്പീനെ വാതിക്കയിൽ തന്നെ ആയിരുന്നു കെട്ടിയിട്ടത്. അപ്പോൾ അവൾ വാതിക്കൽ കിടപ്പുണ്ട്. അപ്പോൾ അവൾ തക്കൂട്ടൻ്റെ മേത്തേക്ക് ചാടി കയറാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചെടുത്ത കാരണം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പല്ല് തേക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ പല്ല് തേക്കാമെന്നൊക്കെ പറയുന്നപ്പോൾ തക്കൂട്ടൻ വന്നിട്ടുണ്ട്. പല്ല് തേക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ തേക്കണ കണ്ടപ്പോഴത്തേക്കും പുള്ളി വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായ കാരണം അവിടെ വന്ന് നോക്കി നിന്നു. അപ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറയാൻ നേരത്തെ ഇപ്പോൾ ഓടി വരും കേട്ടോ, നേരത്തെ വരാറില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആദ്യം പോയി കഴുകണ വീഡിയോ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി പോയി കഴുകിയിട്ട് വന്നു. അതിനിതേ ഞാൻ പോവുകയാണ് കഴുകാൻ. കഴുകിയിട്ട് പിന്നെ റെഡിയായി വന്നു. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇത് കുറേ ദിവസത്തെ വീഡിയോ കാരണം എന്തൊക്കെയാണ് ഏതാണ് ചെയ്തതെന്നൊന്നും ഓർമ്മ കിട്ടണില്ല. പിന്നെ അത് കഴിഞ്ഞത് തേങ്ങ പൊതിക്കണേന്. തേങ്ങ പൊതിക്കാനായിട്ട് ഭയങ്കര പെടാപ്പാട് പെട്ടോണ്ടിരിക്കുകയാണ്. കോടാലിക്ക് പിന്നെ കുഞ്ഞിലോട്ട് പൊതിക്കാൻ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം വീഡിയോ എടുക്കണതുകൊണ്ട് എനിക്കൊരു ഇങ്ങനെ കിട്ടണമുണ്ടായില്ലെന്നൊന്നും അറിയില്ല. അത് കാരണം ഞാൻ കോടാലിയിട്ട് വെട്ടി അതെനിക്ക് തോന്നുന്നത് ചകിരിപ്പിടുത്തുള്ള തേങ്ങ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടണത്. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് ഒരു വഴിയായി. അത് കഴിഞ്ഞപ്പോൾ തക്കൂട്ടൻ ഊഞ്ഞാലാടണുണ്ട്. അപ്പം ഞാൻ ഓർത്ത തക്കൂട്ടൻ്റെ വീഡിയോ കൂടി എടുക്കാമെന്ന്. അങ്ങനെ പുള്ളി വീഡിയോ എടുക്കണമെന്ന് കണ്ട പുള്ളിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൂടിയ പുള്ളി പിന്നെയും ഇതായിട്ട് ആടാൻ തുടങ്ങി. ഇനി അപ്പോൾ ആ തേങ്ങ ഞാൻ വെട്ടി പൊട്ടിച്ച് ഇനി അതിൻ്റെ ചകിരിയും ഇതൊക്കെ കളഞ്ഞ് പൊട്ടിച്ചെടുക്കണമല്ലോ. പിന്നെ സത്യം പറഞ്ഞാൽ പൊതിച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കാൻ എനിക്ക് അറിയില്ല, അതെനിക്ക് ഭയങ്കര പാടാണ്. പിന്നെ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ ഇവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടണത് പുള്ളി ഞാൻ പൊതിക്കണതാണ്, തേങ്ങ പൊതിക്കണതാണ്. അങ്ങനെ ഞാൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോയിരുന്നു. തേങ്ങ പൊതിക്കാനൊക്കെ എനിക്കറിയാം, പക്ഷെ വെട്ടി പൊട്ടിക്കാനാണ് പാട്. അത് കഴിഞ്ഞപ്പോൾ അമ്മയാണ് മിറ്റടിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ. തക്കൂട്ടം അവിടെ വരാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. പുള്ളി വരാതെ ഇവിടെ പോകാൻ എപ്പോഴുള്ള പരിപാടിയാണ് മിറ്റടിക്കാനായിട്ട്. ഇപ്പോൾ കൊട്ടയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്നില്ലെന്നാണ് തോന്നണം, ഓർക്കണില്ല. ഞാൻ പറഞ്ഞില്ല, മറന്നുപോയി കുറേ ദിവസത്തെ വീഡിയോ ആണ്. കഴിഞ്ഞപ്പോൾ തക്കൂട്ടന് അട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടക്ക് വേണ്ടി തേങ്ങ ചിരട്ടിയായിരുന്നു ഞാൻ. ആ തേങ്ങ പൊട്ടിച്ച വെള്ളം പുള്ളിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് അമ്മയോട് ഞാൻ പറഞ്ഞു വാഴയില എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വാഴയില എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്ന് അടയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അകത്തൊക്കെ വെട്ടം കുറവാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ വെച്ച് വീഡിയോസൊക്കെ എടുത്ത് എന്തോ അവിടെ ഇവിടെ ഇല്ലാത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറയാം, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഒരു പ്ലാനും ഇല്ലാത്ത രീതിയിൽ തട്ടിക്കൂട്ടി എടുത്തതാണ് ഞാൻ. എന്നിട്ട് നമ്മുടെ അമൃതമുടി വെച്ചിട്ടായിരുന്നു കേട്ടോ അട ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കും, തേങ്ങയും കൂടി ചിരകിയിട്ടിട്ട്. അങ്ങനെ കുഴച്ച് അത് കുറച്ച് ലെങ്തായി പോയി ആ വീഡിയോക്ക്, ആ എടുത്ത വീഡിയോസിന്. അത് കാരണം കുറേ ഞാൻ സ്പീഡ് കുറേ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല. കുറച്ചൊക്കെ പറ്റണമൊക്കെ കളഞ്ഞു, പക്ഷെ കുറേയൊക്കെ പോണില്ല. അത് കാരണം ഇത് ഇത്രയും ഇങ്ങനെ ലോങ് ആയിട്ട് തന്നെ നിൽക്കണേണ്. അപ്പം അവിടെയൊക്കെ കുഴച്ച് അതിനുള്ള മാവ് കുഴച്ചൊരു വരി നോക്കി. ഇത് വലിയ പാടൊന്നുമില്ല, സിമ്പിളാണ്. കാരണം അവൻ പറയുമ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. വേറെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം പുള്ളി എപ്പോഴും ഈ അട ഉണ്ടാക്കണ കാര്യമേ പറയുള്ളൂ. അപ്പം ഞാനതെങ്ങനെയൊക്കെ തട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണതാണ്. ഒരു മൂടില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്, കോലം കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അടുക്കളയുടെയൊക്കെ കോലം കണ്ട ആരും ഒന്നും പറയരുത്, ഒരു വകയാണെല്ലാം. അങ്ങനെയൊക്കെ തട്ടിക്കുട്ടിയൊക്കെ പോകുന്നു, ജീവിച്ചാലേ പറ്റൂ. ഞാൻ ഈ അട ഉണ്ടാക്കുന്ന ഇടയ്ക്ക് വന്നിട്ട് തക്കൂട്ടൻ ഓരോന്ന് ഇങ്ങനെ പച്ചപ്പൊടി ഇങ്ങനെ നാക്കിക്കൊണ്ട് പോകും കേട്ടോ, വായി തോണ്ടിക്കൊണ്ട് നാക്കിൽ വെച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓടിപ്പോയി പുള്ളി. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനപ്പോൾ അതൊക്കെ മൂടി വെച്ചിട്ട് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ അടയൊക്കെ വെന്ത് തക്കൂട്ടനെ കുളിപ്പിച്ച് അവൻ ഫുഡ് കഴിച്ച്
അങ്ങനെ ആയിരുന്നു ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം കൂടി പോയി. അപ്പോൾ എന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുക, അമ്മ വെള്ളം കൂടിപ്പോയി. പിന്നെ പുള്ളിക്ക് കൊണ്ടുപോകാൻ ടിഫിൻ ബോക്സ് റെഡിയാക്കി. ബിസ്ക്കറ്റായിരുന്നു ഇന്ന്, ക്രീമുള്ള ബിസ്ക്കറ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളീനെ അംഗനവാടിയിൽ എഴുതിപ്പിച്ച നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എഴുതേണ്ട സ്ഥാനത്ത് കുറേ കുത്തി വരച്ചിട്ടേക്കണം. ഞാനിതൊന്നും കണ്ടില്ല. എടുത്ത് നോക്കി. പിന്നെ അവസാനം ഞാൻ തന്നെ എടുത്ത് ബാഗിൽ കയറ്റി. അത് തുടക്കാനും പിടിക്കാനും എനിക്ക് വയ്യെന്ന് ഓർത്ത് ഞാനത് ബാഗിൽ കയറ്റി. ടീച്ചർ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഓർത്ത് തട്ടിക്കുട്ടി വിട്ട്. അത് കഴിഞ്ഞ് പുള്ളിക്ക് വെള്ളം കൊടുത്തില്ല. അപ്പോൾ എന്നൊരു വിളി, അമ്മ എനിക്ക് വെള്ളം തന്നില്ല, കട്ടൻ ചായ താന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ പുറത്തേക്ക് വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവനെ കൊണ്ട് അംഗനവാടിയിലേക്ക് ആക്കാൻ പോയിന്. തിരിച്ചു വന്നപ്പോഴത്തേക്കും കറക്റ്റ് വീഡിയോ ഇതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.